ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നൊരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാറുൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. സോ മഴയില്ലാത്ത ദിവസം ഷൂട്ട് ചെയ്തതാണ്. അതിന് ശേഷമാണ് കേട്ടോ മഴ വന്നത്. അപ്പോൾ വീഡിയോ എനിക്ക് ഇന്നാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. നമ്മൾ പോയത് വേറെ എവിടെയുമില്ല, നമ്മളെല്ലാ പ്രാവശ്യം പോകാറുള്ള കേരള ഫാൻസിയിലാണ് പോയിട്ടുള്ളത് കേട്ടോ. സോ അവിടെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്, നല്ല വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. സോ എല്ലാം എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഡബ്ബറാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര വെറൈറ്റി ഡബ്ബേഴ്സാണ് ഈ കാണുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ ചെറിയൊരു റബ്ബറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ ആയി. ഈ കാണുന്നത് കാൽക്കുലേറ്റർ ആണെന്ന് വിചാരിച്ചു, പക്ഷേ അതൊരു തരം ബോക്സാണ്, ഇലക്ട്രോണിക് ബോക്സാണ്. പിന്നെ ഇതാ വെറൈറ്റി ബോക്സിലുണ്ട് കേട്ടോ. ബോയ്സിന് പറ്റിയതാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ലേഡീസ് കുഞ്ഞു ഗേൾസിന് പറ്റിയതായെങ്കിലും ഒരുപാട് തരത്തിലുള്ളതുണ്ട്. ഇതാ വീണ്ടും ഒരു ഡബ്ബേഴ്സിൻ്റെ ഒരുപാട് ക്യൂട്ടി ഇൻട്രസ്റ്റി ആയിട്ടുള്ള റബ്ബേഴ്സാണ്. ഇതിന് 10 രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി എൽസയുടെ തീമുള്ള, ഇപ്പോൾ പിള്ളേർക്ക് അങ്ങനത്തെയാണല്ലോ, എൽസയൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ സാധനം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പാറു എടുത്ത ആ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടർ, റബ്ബർ, അതേപോലെ തന്നെ കത്രി വരെ വെക്കാനുള്ള സാധനങ്ങൾ, സെല്ലോ ടേപ്പ് വരെ വെക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് കണ്ടോ, എൽസയുടെ തന്നെ ഒരു കാറിൻ്റെ പോലത്തെ ഉള്ള ഒരു ബോക്സാണ്. ഇവിടെ മുഴുവൻ ഉണ്ട് കേട്ടോ. കേരള ഫാൻസിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് മുഴുവൻ ഈ സാധനങ്ങളാണ്. പിന്നെ ഈ കാണുന്നത് കണ്ടാൽ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ബോക്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ പണ്ട് ഇതേപോലെ പെട്ടിയിലാണല്ലോ നമ്മൾ കൊണ്ടുപോകുക. പക്ഷെ അതിൽ മൊത്തം ഈ കളർ പെൻസിൽസും അതിനുള്ള പെയിൻറ്റിങ്ങുള്ള സാധനങ്ങളാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ ചോറ്റുപാത്രങ്ങളുണ്ട്. ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സീലൊക്കെ ചെയ്യില്ലേ, പലതരത്തിലുള്ള ക്യൂട്ടി സീൽ ചെയ്യാനുള്ളതാണ്. ഇത് ബോയ്സ് കുട്ടികൾക്ക് പറ്റിയ അവർക്ക് പറ്റിയൊരു ബൈക്കിൻ്റെ മോഡലൊക്കെയുള്ള ബോക്സാണ്. പിന്നെ ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഉണ്ട് പല തീമിൽ. മെയിനായിട്ട് എൽസ, ആലീസ്, ഇതൊക്കെയാണ് തീം വരുന്നത്. യൂണിക്കോൺ ഇല്ലാത്തൊരു ബാഗോ ബോക്സോ ഇല്ല. യൂണിക്കോൺസ് ഉണ്ട്. ബോയ്സിൻ്റെ ആണെങ്കിൽ ബെൻടൻ, സ്പൈഡർമാൻ തുടങ്ങിയുള്ള എല്ലാ സകല സാധനങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെയുള്ളൊരു പിൻട്രസ്റ്റി ഒരു വാട്ടർ ബോട്ടിൽ. ഇതിൽ നിന്നൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ബുക്സ് ഉണ്ട്, നോട്ട് ബുക്സ് ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ചൂട് ചോറ് വെക്കാൻ പറ്റാവുന്നതും, പിന്നെ ചൂട് ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹോളിൽ കൂടെ എന്താ പറയുക, അതിൻ്റെ ആവി പോവാനുള്ള തരത്തിലുള്ള കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേയൊക്കെ കാണിച്ചു തരുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഗുഡ് പ്ലാസ്റ്റിക് ആണ്, ചൂട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ഡിസൈനർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ആ ഷോപ്പിലുള്ള വെറൈറ്റി സാധനങ്ങൾ. ഒരുപാട് വാട്ടർ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ എന്ത് രസമാണല്ലോ കാണാനായിട്ട്. പിന്നെ ബാഗിലും അതെ കേട്ടോ. പിൻട്രസ്റ്റ് സാധനങ്ങളാണ് ഇപ്രാവശ്യം കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു സ്കൂബിയുടെ ഒക്കെ വന്നതൊക്കെ ഞാൻ 8ലൊക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്, കിറ്റക്സിൻ്റെ. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ മറികടന്നിട്ട് ഒരുപാട് പിൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. പാറു ഇതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ ഒരുപാട് വെറൈറ്റി കുടകളുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സസ് ഉണ്ട്. പിന്നെ കുറേ റബ്ബർ ഉണ്ട്, കട്ടർ ഉണ്ട്, പെൻസിൽസ് ഉണ്ട്, പാൻ ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ വെറൈറ്റി. നമ്മൾ ബ്രൗൺ പേപ്പർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള പേപ്പറുള്ളൂ. ഇപ്രാവശ്യം മഞ്ഞ, നീല, ചുവപ്പ്, വിബ്ജിയോർ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നമുക്ക് ബുക്ക് പൊതിയാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ കട്ടറുകളുണ്ട്. കട്ടറിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് വീണ്ടും സ്കൂളിലേക്ക് പോകാനായിട്ട് തോന്നും. അപ്പോൾ ഞാനിതൊക്കെ എനിക്കിഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു രസം, എന്താണെന്നറിയില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഞാനും ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു രസം. പിന്നെ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, ഇതൊരു ബോക്സാണ്, ലോക്കുള്ള. പിന്നെ പുറത്തൊക്കെ എന്താ പറയുക, എഴുതാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരം ബോക്സാണ്. ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് കണ്ട ഒരു വെറൈറ്റി സംഭവം ഇതാണ്. ബോക്സ് ആണെന്ന് എനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. കണ്ടോ, നമുക്ക് ഇങ്ങനെ എഴുതാനും കാൽക്കുലേറ്റർ പോലെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ പിഗ്ഗി ബാങ്ക് ഉണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതിന് ശേഷം വേറെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. സോ ബൈ ബൈ.